Assalamualaikum, welcome back to my channel. ഇന്നത്തെ വീഡിയോ റമദാൻ 1ഉം 2ഉം 3ഉം ആണ് കേട്ടോ. മൊത്തത്തിലുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി റമദാൻ 1 മാത്രം എടുത്ത് അങ്ങനെ ഇടണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് റമദാൻ തന്നെ ആയതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു ടൈമില്ല. ഇനി കുറച്ചൊക്കെ എടുത്ത് ലാസ്റ്റ് വന്നപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. ഒക്കെ പടപടാന്നൊരു യുദ്ധം പോലെ ഇനി. അപ്പോൾ ഞാൻ 1ഉം 2ഉം 3ഉം കൂടി മിക്സ് ചെയ്ത് ഇടാമെന്ന് കരുതിട്ടോ. ഇത് ഫസ്റ്റ് റമദാനാണ്. ഫസ്റ്റ് ഞാൻ സുബഹി പലിച്ചക്ക് എണീറ്റതിൻ്റെ വീഡിയോ ആണ് കേട്ടോ മുമ്പ് കണ്ടത്. ഇത് പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കാനുള്ള ഫുഡിനുള്ള സാധനങ്ങൾ ഇക്കാക്ക കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. പിന്നെ ചിക്കനൊക്കെ ഓരോന്നിന് ഓരോ പോർഷനൊക്കെ വെച്ചു. ചിക്കൻ ഫ്രൈ ചെയ്യാനും പിന്നെ സ്നാക്കിനും പിന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ മാറ്റി വെച്ചിട്ടോ. ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. സാധാരണ ഞാൻ ഫ്രൈ ചെയ്ത് കണ്ടാണ് വെക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ വേണ്ടെന്ന് കരുതി. നാട്ടിലൊക്കെ ഫ്രൈ ചെയ്യാണ്ട് തന്നെ കേട്ടോ അധികം വെക്കൽ. അപ്പോൾ ഫസ്റ്റ് എല്ലാ മസാലയും പിന്നെ തൈര്, മല്ലിയില, പുതിനയില, ലെമൺ ജ്യൂസ് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കണ്ട് കുറച്ചൊരു മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടോ. പിന്നെ സാധാ മസാല ഉണ്ടാക്കുമ്പോൾ ഉള്ളി, തക്കാളി, കറിവേപ്പില ഇട്ടിക്കണ്. സാധാരണ ആരും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോയിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിട്ടു. അതൊക്കെ ഇട്ട് കണ്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. ശരിക്കും ഇത് രണ്ടാമത്തെ ദിവസത്തേതാണ് കേട്ടോ. ഫസ്റ്റ് ദിവസം ഞാൻ പൂരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യേണ്ടെന്ന് കരുതി. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് രണ്ടാമത്തെ ദിവസം. അതാട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഇന്നത്തെ സ്നാക്ക് ബ്രെഡ് പോക്കറ്റ് ആയിരുന്നു. അതിനുള്ള ഞാൻ ക്യാബേജ്, ക്യാരറ്റ്, ഉള്ളിയാട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള മിക്സ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡെക്കറേഷനാണ്. ഡെക്കറേഷൻ ഒന്നും നടക്കലുണ്ട്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ കഴിയലില്ല, ടൈം കിട്ടലില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞത് 12 മണിക്ക് ഇക്കാക്കാൻ്റെ ഷോപ്പിൽ പോയി. ഇക്കാക്കാനെയും കൂട്ടി ഞാനൊരു ഷോപ്പിൽ പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത്. ഞാൻ ഇട്ട് നോക്കാൻ വേണ്ടി ട്രയൽ റൂം കയറിയതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് സംഭവം അടിപൊളിയാട്ടോ. ഉള്ളിലൊരു ബ്ലാക്ക് ഇന്നറൊക്കെ ഇട്ടാൽ അടിപൊളിയാകാരം. അപ്പോൾ അതെടുത്ത് അത് ഫിക്സ് ചെയ്ത് ഇനി ഇഹാനൊരു ഷൂ നോക്കി. ഈ ഒരു ഷൂവിൻ്റെ സൈസ് കുറേ നോക്കിയിട്ടോ. അപ്പോൾ അവൻ്റെ കറക്റ്റ് സൈസ് കിട്ടിയില്ല. ഒരു സൈസ് ഏറെയാണ് കിട്ടിയത്. അപ്പോൾ അതും എടുത്ത് പിന്നെ ഇക്കാക്ക 2-3 സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഞങ്ങളെ ഫ്ലാറ്റിൽ പോയി. ഞങ്ങൾ ഫ്ലാറ്റിൽ ഇപ്പോൾ പാസ്വേഡൊക്കെ വെച്ചിട്ടുണ്ട്. റിച്ച് ലൈഫ്. അപ്പോൾ പാസ്വേഡൊക്കെ നോക്കിയാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെറുതെ കയറുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ ഇത് 3rd ഡേ. ഇന്ന് ആക്ച്വലി സുഹൂറൊന്നുമില്ല കേട്ടോ. എനിക്ക് റമദാൻ 2nd ആയപ്പോൾ തന്നെ പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീക്കലില്ല. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനും മോനും എണീക്കൽ. നേരെ എണീറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂമൊക്കെ മൊത്തം ക്ലീനാക്കി. ഇന്ന് ഈഹാൻ എണീക്കാൻ ലേറ്റ് ആയിനി. അപ്പോൾ ഓൻ എണീക്കുമ്പോഴത്തെ എല്ലാ പണിയും കഴിക്കണം വിചാരിച്ച് പെട്ടെന്ന് എടുത്തതാട്ടോ. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ടേബിളിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിക്കണമെന്നുണ്ടായിരുന്നു. അതാണ് കേട്ടത്. ഞാനത് ഒട്ടിച്ചതാണ്. അന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചതാട്ടോ. അങ്ങനെ ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞു. ഇനി അടിച്ച് വാരി തുടക്കണം. അപ്പോൾ ഇനി അതാണ്. അവൻ എണീക്കുമ്പോഴത്തെ എത്രയും പെട്ടെന്ന് കഴിയണം അത്രയും പെട്ടെന്ന് കഴിക്കണം. അങ്ങനെ എല്ലാതും കഴിഞ്ഞു. ഓൻ എണീറ്റും ചെയ്ത്. ചില ടൈമിലൊക്കെ ഓൻ എണീറ്റാൽ നല്ല രീതിയിൽ നല്ല ഒരു മൂഡിലാകാരം. ചില ടൈമിൽ കരിഞ്ഞിട്ടാകാരം. അങ്ങനെ അവൻ എണീറ്റ് അവനെ കുറച്ച് ടോയ്സൊക്കെ ഇട്ടെടുത്തുകാണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് അവനെ കുളിപ്പിച്ച് ഞാൻ ഉറക്കിട്ടോ. അവനെ ഉറക്കിയിട്ട് വേണം എനിക്ക് കിച്ചണിൽ പോവാൻ. രണ്ടാമത്തെ ദിവസം ഞാൻ കിച്ചണിൽ പോയിട്ടുണ്ട്. ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഇന്ന് പൊറോട്ട ഉണ്ടാക്കിയാൽ മതി. കാരണം ഇക്കാക്ക ഇന്ന് അജ്മാലിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ വരാൻ ലേറ്റാവും. ഇക്കാക്ക വരാണ്ട് എനിക്ക് പണി നടക്കില്ല. കാരണം അവൻ എണീറ്റാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ
അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവില്ല, അപ്പോൾ ജസ്റ്റ് ഒരു കറി ഉണ്ടാക്കുക. എന്നിട്ട് ഇക്കാക്ക പൊറോട്ടയും സ്നാക്കൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല, ഇനി അങ്ങനെ ഒക്കെ ഒന്ന് റെഡിയാക്കി കണ്ട് ഞാൻ നേരെ കിച്ചണിക്ക് കറി വെക്കാൻ വേണ്ടി പോയി. പിന്നെ ഇപ്പോൾ വൈകുന്നേരമായിട്ടോ ഇക്കാക്കൊക്കെ വന്ന് ഇഹാൻ എണീറ്റും ചെയ്ത് അവർ രണ്ടുപേരും പൊറോട്ട വാങ്ങാൻ വേണ്ടി പോവാണ്. അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കാണാം, നമ്മളെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണാം അവർ പോകുന്നതും വരുന്നതൊക്കെ കാണാം. അങ്ങോട്ട് പോവാട്ടോ രണ്ടാളും കൂടി. ഞാൻ അവനെ എണീക്കണ വരെ വെയിറ്റ് ചെയ്തതാണ്. അവന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ നേരം കാണാൻ പ്രത്യേക രസമാണല്ലോ. ഈ ഒരു ഈവനിങ് ടൈം എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാത്രിനേക്കാളും കാണാൻ ഭംഗിയാണ്. അങ്ങനെ അവർ പോയി. അങ്ങനെ ഇവിടെ എല്ലാ പാർക്കിലും ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ അങ്ങനെ പ്രാവുകൾക്ക് ഫുഡൊക്കെ കൊടുക്കും കേട്ടോ. ഇവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തുണ്ട്, അപ്പുറത്തും ഇതേപോലെ ഉണ്ട്. ഇങ്ങനെ എല്ലാ പാർക്കിങ്ങിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ബാൽക്കണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നപ്പോഴത്ത് ഓല് വന്നു കേട്ടോ. എന്താട്ടോ ഓല് വരുന്നത്. ഇതേ അവിടെ അടുത്തുള്ളൊരു ടാക്സി സ്റ്റേഷൻ വന്ന ഷോപ്പിൽ തന്നെയാണ് വാങ്ങിയത്. കുറേ ഒന്നും നടക്കാമല്ലോ, കുറച്ച് നടക്കാനുള്ളൂ. ഇന്നത്തെ ഫുഡ് ഇത് കഴിഞ്ഞ് കേട്ടോ. പൊറോട്ടയും പിന്നെ എന്താ നിൽക്കാക്ക കൊണ്ടുവന്ന സ്നാക്കും പിന്നെ കറിയും ഇതുള്ളായിരുന്നു ഇന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ഇഹാനും ഒന്ന് പുറത്തിറങ്ങാൻ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ഇഹാനും കൂട്ടി ഒന്ന് പാർക്കിൽ പോകാമെന്ന് കരുതി. കാരണം പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഫുഡ് ഉണ്ടാക്കിയാൽ മതി, പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ നോമ്പ് അടിപൊളിയാണ്, ആ ഒരു നേരം മാത്രം ഉണ്ടാക്കിയാൽ മതി. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഷോപ്പിൽ കയറി കേട്ടോ. ഈ ഷോപ്പിൽ കയറണം എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഞാൻ എപ്പോൾ പാർക്ക് പോവുകയാണെങ്കിലും എനിക്ക് ഈ ഷോപ്പിലൊന്ന് കയറണം. കാരണം അതിലൂടെ പോകുമ്പോൾ ഇഹാനെ ഇവിടെ നിന്ന് ലോലിപോപ്പ് വാങ്ങാൻ നിർബന്ധമാണ്, അല്ലെങ്കിൽ കരഞ്ഞൊരു വിധാവും. പിന്നെ ഏതായാലും കയറിയതല്ല, കുറച്ച് ഡ്രസ്സും ചെരുപ്പും ഒക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി. ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു പ്യുവർ വൈറ്റാണ്, വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോയി. പാർക്കിലൊന്നും ആരും ഇല്ല കേട്ടോ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഭയങ്കര തിരക്കുണ്ടാവലുണ്ട് ഇവിടെ. ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഫുള്ളാക്കാനും സ്പേസ് പോലും ഉണ്ടാവില്ല, അത്രയും ആൾക്കാരുണ്ടാവലുണ്ട്. ഇന്ന് പക്ഷേ ആരുമില്ല. ഇന്ന് ഇഹാനും കളിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ മദീനയിലോട്ട് പോയി. കുറച്ച് ചിക്കനും ബീഫും ഫിഷൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങണം കരുതി പോയതാണ്. അങ്ങനെ കുറച്ച് ഫിഷും ചിക്കനും ബീഫും ഒക്കെ വാങ്ങി പിന്നെ നേരെ റൂമിലോട്ട് പോയിട്ടാ. റൂമിലേക്ക് പോണ വഴിക്ക് തന്നെ ഒരു ഷോപ്പും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചിക്കന് വാങ്ങണം, ചിക്കന് എല്ലില്ലാത്ത ചിക്കൻ വാങ്ങണം. ഇങ്ങനെ സമൂസ കട്ട്ലറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാണല്ലോ ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അതും വാങ്ങിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഇക്കാക്കാൻ്റെ ഷോപ്പിൽ പോയി. അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നും പോകും കേട്ടോ, ഡെയിലി പോവും. എന്തെങ്കിലുമൊക്കെ ഇക്കാക്ക് വേറെ എങ്ങോട്ടും പോകാനൊക്കെ ഉണ്ടെങ്കിലേ പോവാതെക്കലുള്ളൂ, അല്ലെങ്കിൽ എന്നും പോവും. ആ ഒരു ടൈം ആകുമ്പോൾ ഞാനും ഇഹാനും മാറ്റി പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.